പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ക്ലീൻ ചിറ്റ് നൽകി വിജിലൻസ്. സ്വന്തം മണ്ഡലത്തിൽ പുനർജനി പുനർഗേഹം പുനരധിവാസ പദ്ധതിക്കായി വിദേശ ഫണ്ട് സ്വീകരിച്ചതിന്മേലുള്ള കേസ് നിലനിൽക്കില്ലെന്ന് വിജിലൻസ് ഡയറക്ടറേറ്റ് സർക്കാരിന് കത്ത് നൽകി. വി ഡി സതീശനെതിരായി അഴിമതി നിരോധന നിയമം നിലനിൽക്കില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമണി ചേരുന്നു. പ്രശാന്ത്, ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുകയാണ്. ഈ അഴിമതി നിരോധന നിയമം നിലനിൽക്കില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മറ്റെന്തൊക്കെ വിവരങ്ങളാണ് നൽകാനുള്ളത്? വി ഡി സതീശന് കേസ് നിലനിൽക്കില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ കത്ത് നൽകിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ആ കത്തിന്റെ കോപ്പി ലഭിക്കുകയും ചെയ്തു. അതായത് ഈ പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ ഈ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ അതിൽ അഴിമതി ആരോപണങ്ങൾ പറയുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ പറയുന്ന അഴിമതി ആരോപണങ്ങളൊന്നും നിലനിൽക്കില്ല എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആ കത്ത് നൽകിയത്. അതായത് വിദേശ സാമ്പത്തിക സഹായം സ്വീകരിച്ചു, അതുപോലെ തന്നെ സ്വന്തം ആവശ്യങ്ങൾക്ക് സമ്പത്ത് ഉപയോഗിച്ചു എന്നതടക്കമുള്ള സാമ്പത്തികം ഉപയോഗിച്ചു എന്നതടക്കമുള്ള ചില ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വിജിലൻസ് ഡയറക്ടറേറ്റ് സർക്കാരിന് അയച്ച കത്തിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ കേസിൽ പറയുന്ന കാര്യങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അഴിമതി നിരോധന നിയമം സംബന്ധിച്ച കേസ് നിലനിൽക്കില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് വിജിലൻസ് ഡയറക്ടറേറ്റ് കത്ത് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 9-ാം മാസം, അതായത് സെപ്റ്റംബർ മാസത്തിലാണ് ഇത്തരത്തിലൊരു കത്ത് സർക്കാർ നൽകുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടത്തണമെന്ന സ്പീക്കറുടെ ഭാഗത്തുനിന്നടക്കം, നിയമസഭാ സ്പീക്കറുടെ ഭാഗത്തടക്കം നിർദ്ദേശങ്ങൾ വന്നിരുന്നു. ആ നിർദ്ദേശങ്ങളുടെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ അന്വേഷണം നടക്കുന്നത്. അന്വേഷണത്തിന്റെ ഒടുവിലാണ് ഇത്തരത്തിൽ കേസ് നിലനിൽക്കില്ല എന്നത് കണ്ടെത്തിക്കൊണ്ട് അതായത് ഈ വി ഡി സതീശൻ സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേട് നടത്തിയതിനോ അല്ലെങ്കിൽ വിദേശ ഫണ്ട് സ്വീകരിച്ചതിനോ അതിന് കൃത്യമായ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അന്വേഷണത്തിൽ നടത്തിയെങ്കിൽ പോലും അതിന് കേസെടുക്കുന്നതിന് തക്കതായിട്ടുള്ള തെളിവുകളോ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല എന്നതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഒരു ക്ലീൻ ചിറ്റ് നൽകുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വി ഡി സതീശന്റെ ഭാഗത്തായാലും ഉയരുന്നത് ഇത് സർക്കാരിന്റെ ഭാഗത്ത് CBI അന്വേഷണം ആവശ്യപ്പെട്ട് നടത്തിയെല്ലാം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് ലക്ഷ്യം വെച്ചിട്ടാണ്. ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പകപോക്കൽ എന്ന നിലയിലേക്കാണ് സർക്കാരിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നതാണ് വി ഡി സതീശനോട് അനുബന്ധിച്ച് ഉള്ള കോൺഗ്രസ് നേതാക്കളടക്കം പ്രതികരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുകയാണ് വിജിലൻസ്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.